ഹലോ ഫ്രണ്ട്സ്, ബിജിസ് സമൽ വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളൊന്ന് വായമ്പ് വീശാൻ വന്നിരിക്കുകയാണ്. മോട്ടോർ റെയിലാണ്. അപ്പം വായമ്പ് ഒരുപാട് പൊങ്ങുന്നുണ്ട്, ഇങ്ങനെ ചാടി വരുന്നുണ്ട്. അപ്പം നമ്മളൊന്നൊരു വീശി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം ഒരു വല വീശി നമുക്ക് അത്യം ഒന്നും കിട്ടിയൊന്നുമില്ല. നമുക്ക് അടുത്ത വലയൊന്ന് വീശുന്നതാണ് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലതായിട്ട് വരുന്നുണ്ട്, പായലുണ്ട്. അപ്പോൾ പായലിനിടയിലൂടെ നമ്മളൊന്ന് വീശി നോക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീശാൻ പോവാണേ. വയമ്പിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സന്ധ്യ മയങ്ങി കഴിയുമ്പോഴത്തേക്കാണ് ഈ വയമ്പ് പൊങ്ങി ഇങ്ങനെ ചാടി വരുന്നത്. ആ സമയത്ത് നമ്മൾ വീശിയാലേ കിട്ടത്തുള്ളൂ. പകലൊന്നും നമുക്ക് വയമ്പിനെ കിട്ടത്തില്ല. സന്ധ്യ മയങ്ങി കഴിഞ്ഞാലേ ഈ സാധനത്തിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടി വരുവാണ്. അപ്പോൾ നമുക്കിനി അധികം വലയൊന്നും വീശാനുള്ള സമയം കിട്ടത്തുമില്ല. അപ്പം വീഡിയോയ്ക്ക് എന്തെങ്കിലും അതായത് ക്ലാരിറ്റി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇരുട്ടിൻ്റെ വേണ്ടിയാണ് ക്ലാരിറ്റി വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ അത് സഹിക്കുക എന്നല്ലാതെ നിങ്ങൾ നമ്മളത് സഹകരിക്കുക. അപ്പോൾ അടുത്ത വീശും കൂടെ നമുക്കൊന്ന് കാണിച്ചേക്കാം. ഓക്കെ. പറ്റിയ ആളാണ്. ഇവിടെ കിടന്ന കാരണം കൊണ്ട് നമുക്ക് അധികം തള്ളിയൊന്നും വീശാൻ പറ്റിയില്ല. വയമ്പ് അങ്ങ് മാറിയായിരുന്നു. ഇപ്പം കയറി ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കിടക്കാം. നമ്മൾ വീശുന്ന സ്ഥലം ഒന്ന് നല്ലതായിട്ട് കിടപ്പുണ്ട്. വയമ്പ് വരുന്നുണ്ട്. ഒന്നുകൂടെ വീശി നോക്കാം. ഇപ്പം മോട്ടർ ഇപ്പം നിർത്തിയിരിക്കുക. മോട്ടർ ഓടുന്ന ആ സമയമായിരുന്നെങ്കിൽ നമുക്ക് വയമ്പ് കയറി വന്നാൽ വെള്ളം ഒഴുകുന്ന കാരണം കൊണ്ട് മോട്ടർ നിർത്തി ആ സമയത്താണ് നമ്മൾ വന്നത് ശാലം താമസിച്ചു പോയി. ഒരു അരമണിക്കൂർ മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും മീൻ കിട്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളം തള്ളുന്ന ആ സമയത്ത് മീൻ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ നമുക്ക് ഇച്ചിരി ഭാഗ്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് മോട്ടർ നമ്മുടെ അനിയൻ ഓടിക്കുന്ന തറയാണ്. അവനാന്തരം വീട്ടിലോട്ട് പോയി. ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഏതാണ്ട് കറക്റ്റ് നമ്മുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട് തോന്നുന്നു. അല്ലേ രീഷ്? ഒരു താങ്ങൂറ് താങ്ങാം. വലിയ വലിപ്പമുള്ള വലയൊന്നുമില്ല. ഒരു 5-5.5 മുഴമുള്ള വലയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അധികം തള്ളിയൊന്നും വീശാൻ പറ്റത്തില്ല. അത്രയും ലോങ്. അതുപോലെ തന്നെ ഇതിന് കൈച്ചെറലിന് നീളക്കുറവാണ്. കറി ഉദ്ദേശിച്ച് മാത്രം വാങ്ങിച്ചൊരു വലയാണ്. നമ്മളത് കടയിൽ നിന്ന് വാങ്ങിച്ച വലയാണ്.
അത്ര അങ്ങോട്ട് പോയില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇരുട്ടി ഇപ്പോൾ ലാസ്റ്റത്തെ വീശ മൂന്നാമത്തെ വീശാണ് നമ്മൾ വീശുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ വീശാണിത്. ഇത് നമുക്ക് വീശാൻ പറ്റത്തില്ല, കാരണം ഇനിയിപ്പോൾ മൊത്തം ഇരുട്ടി പോകത്തേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് വീശാണ്. ഓക്കെ. മാക്സിമം നീട്ടിയാണ് നമ്മൾ വീശിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീശ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടിയെ ഇനിയിപ്പോൾ നമുക്കിനി വീശിയിട്ട് കാര്യമില്ല. അപ്പോൾ നാളെ സമയം കിട്ടുവാണെങ്കിൽ വന്നൊന്ന് വീശുന്നത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബർക്കും എൻ്റെ നന്ദി പറയുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഫോട്ടോ കിട്ടുമോ? ഇല്ല, ഇതിനകത്തില്ല.